ശ്രീ കെ അനിൽകുമാർ, അതായത് ഇതെന്ത് സർക്കാരാണ് എന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. അതിനവർക്ക് കാരണമായ ആരോഗ്യരംഗമുണ്ട്, അതിനവർക്ക് കാരണമായി ഇതാ KSRTC ഉണ്ട്, അതിനവർക്ക് കാരണമായി ഇതാ കള്ളാടി ദുരന്ത മേഖലയുണ്ട്, അതിനവർക്ക് കാരണമായി വിഴിഞ്ഞം പോർട്ടും അദാനി പക്ഷപാതിത്വം നടത്തുന്നതുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ അതിജീവിക്കാനായി കോൺഗ്രസ് നിരത്തുന്നത് ഏതർത്ഥത്തിലാണ് കാണേണ്ടത്? എങ്ങനെയാണ് അതിൻ്റെ വസ്തുതയെ വെളിവാക്കേണ്ടത്? ഒന്നാമതായി, കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഫലപ്രദമായി കേരളത്തെ മുന്നോട്ട് നയിച്ചു എന്ന സമ്മതപത്രമാണ് ധവളപത്രം എന്ന നിലയ്ക്ക് പുറത്തു വന്നത്. അതുകൊണ്ട് ആ ധവളപത്രത്തിനകത്ത് ഭാവിയിലേക്ക് സ്വകാര്യവൽക്കരണത്തിൻ്റെ ജനവിരുദ്ധ ഉള്ളടക്കങ്ങളുടെ ധാരകങ്ങളുണ്ടെങ്കിലും അതിലെ വസ്തുതകൾ പുറത്തു വന്നപ്പോൾ പൊളിഞ്ഞു വീഴുന്നത് VD സതീശനും സംഘവുമാണ്. ധവളപത്രത്തിന് മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ പറഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. 6 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം എന്നാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത്. ധവളപത്രത്തിൽ വന്നപ്പോൾ കടം 5,06,000 കോടി രൂപയായിട്ട് കുറഞ്ഞു. അപ്പോൾ VD സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ 1 ലക്ഷം കോടി രൂപ കടം കുറഞ്ഞു. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ CAG റിപ്പോർട്ട് വരുമ്പോൾ അതിൻ്റെ കടം 4,82,000 കോടിയേ ഉള്ളൂ. ധവളപത്രം പോലും വസ്തുതാപരമല്ല. പക്ഷേ 1 ലക്ഷം കോടി രൂപയുടെ നുണയാണ് ധവളപത്രം ഇല്ലാതെയാക്കിയത്. ഇത് തിരിച്ചറിയണം. രണ്ടാമത്, 10 കൊല്ലം കൊണ്ട് കേരളത്തിലെ LDF വളർത്തുകയാണോ കേരളത്തെ ചെയ്തത്, തകർക്കുകയാണോ ചെയ്തത്? ഇതാണ് ചോദ്യം. 2 പോയിൻ്റ് ഞാൻ പറയാം. ഒന്ന്, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ലാസ്റ്റ് ബഡ്ജറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ 76,082 കോടി രൂപയാണ്. VD സതീശൻ പറയുന്നു ബാലഗോപാൽ അവതരിപ്പിച്ച 2,39,000 കോടി രൂപയുടെ ബഡ്ജറ്റ് അധികരിച്ച ബഡ്ജറ്റാണ്. കേന്ദ്രം അത്തരം തരത്തിൽ ഒരു 20,000 കോടി രൂപയെ തരത്തുള്ളൂ. അപ്പോൾ VD സതീശൻ തൻ്റെ ബഡ്ജറ്റ് 2,20,000 കോടിയാക്കി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 76,000 കോടിയിൽ നിന്ന് 2,20,000 കോടി രൂപയിലേക്ക് കേരളത്തിൻ്റെ ബഡ്ജറ്റ് വളർന്നതെങ്ങനെ? ഇടതുപക്ഷം കേരളത്തെ തകർത്തിരുന്നെങ്കിൽ ഈ ബഡ്ജറ്റ് വളർന്നതെങ്ങനെ? ഇത്രയും വലിയ ബഡ്ജറ്റ് ഒരു കാലത്ത് ഉമ്മൻചാണ്ടിക്ക് അവതരിപ്പിക്കാനായിട്ടില്ല. ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച ബഡ്ജറ്റിനേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ളൊരു ബഡ്ജറ്റ് VD സതീശന് 10 കൊല്ലം കൊണ്ട് അവതരിപ്പിക്കാനായി എന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി. മൂന്നാമത്തെ കാര്യം എന്താണ്? UDF അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന കേന്ദ്ര ധനസഹായം എത്ര? ഇപ്പോഴത്തെ ധനസഹായ ശതമാനം എത്ര? LDF അധികാരത്തിൽ ഇരുന്നപ്പോഴെല്ലാം ശതമാനം വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഒരു 2.5% മാറിയിട്ടുണ്ട് ആകെ ഇന്ത്യ രാജ്യത്തിൻ്റെ വീതം വെക്കുന്നതിൻ്റെ. പക്ഷേ എന്നിട്ടും എന്താണ് അവസ്ഥ? അവിടെയാണ് VD സതീശൻ 56,000 കോടി രൂപയുടെ കടമെടുക്കുന്നു. നമ്മൾ 10 കൊല്ലം ചെന്നിത്തലയും സതീശനും എന്താ പറയുന്നത് കേട്ടത്? കേരളം കടം കൊണ്ട് മുടിയുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഖജനാവിൽ, പൂച്ചപ്പെറ്റ് കിടക്കുന്ന ഖജനാവിൽ ഞങ്ങൾ വണ്ട് പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ പണം കൊണ്ട് നിറയ്ക്കും. അപ്പോൾ നമ്മൾ ഈ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന വണ്ടിനെക്കുറിച്ച് ഓർത്തു. പക്ഷേ വണ്ട് തേൻ കുടിച്ച് ഖജനാവിനെ അല്ല നിറച്ചത്, ബക്കാടിയുടെ മദ്യം കുടിച്ച് തടിച്ച് വീർക്കുകയാണ് VD സതീശൻ ചെയ്തത്. മധു നുകർന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ബക്കാടിയുടെ മധുവായിപ്പോയി. അതുകൊണ്ട് തടിച്ച് വീർത്തത് ആര്? വണ്ടല്ല, VD സതീശനാണ്, കേരള ഖജനാവല്ല. ആലോചിച്ച് നോക്കിയേ. 600 കോടി രൂപയുടെ നികുതി കുറവ് വരുത്താനാണ് ഫൈനാൻസ് ബില്ല് കൊണ്ടുവന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 56,000 കോടി രൂപയുടെ കേരളത്തിൻ്റെ ഈ വർഷത്തെ കടമെടുക്കുക എന്ന് പറഞ്ഞാൽ ബാലഗോപാൽ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെക്കാൾ 1000 കോടി കൂടുതലാണ്. LDF സർക്കാരിനേക്കാൾ കൂടുതൽ കടമെടുക്കുന്നൊരു സർക്കാരാണ് കേരളത്തിലെ UDFൻ്റെ സർക്കാരെന്ന് സതീശൻ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പറയേണ്ടത്? നിങ്ങൾ 10 കൊല്ലത്തെ LDF സർക്കാരിനെ നുണ പറഞ്ഞ്, കള്ളം പറഞ്ഞ് കെട്ടിപ്പൊക്കിയ കെട്ടുകഥകളൊക്കെ പൊളിഞ്ഞു. മിനിഞ്ഞാന്ന് സതീശൻ പോയെന്ന് കണ്ടല്ലോ, ഹെലികോപ്റ്ററിൽ ഇരുന്ന് പോകുന്ന കണ്ടല്ലോ. ഞങ്ങൾ ഹെലികോപ്റ്ററെ കയറുകയില്ല. ആ ഹെലികോപ്റ്റർ പിണറായി വിജയൻ്റെ ദൂർത്താണ്. ക്ലിഫ് ഹൗസിൻ്റെ മേലെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ടോ ആദ്യം 2 മന്ത്രിമാർ പോയി. നമ്മൾ പരീക്ഷണത്തിന് എലികളിൽ പരീക്ഷണം നടത്തുക എന്ന് കേട്ടിട്ടുണ്ട്.
പരീക്ഷണമൊക്കെ എലികളിൽ നടത്തും. അതുപോലെ 2 മന്ത്രിമാരെ ഹെലികോപ്റ്റർ കയറ്റി വിട്ടു. അപ്പോൾ ചാനലുകളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ ആ 2 മന്ത്രിമാരെ അങ്ങ് ട്രോളി. തൊട്ട് പിന്നാലെ സതീശനും പിന്നെ നൗഷാദ് അലിയും കൂടെ കയറി. ആ നൗഷാദ് അലി ആ ഹെലികോപ്റ്ററിനെ കുറിച്ചും പിണറായിയെക്കുറിച്ചും പറഞ്ഞത് മാധ്യമങ്ങളിലുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇനി എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റാതിരുന്നത്? പിണറായി വിജയൻ്റെ രാജകീയ വസതിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറാൻ 40 ദിവസത്തിലേറെ എടുത്തു? കാരണം എന്തായിരുന്നു? മരപ്പെട്ടി മുള്ളുന്നുകൊണ്ട് അവിടെ താമസിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ ഏതെങ്കിലും ഒരു ഓടൊന്ന് നന്നാക്കാൻ പിണറായി വിജയൻ മുതിർത്തിരുന്നെങ്കിൽ ധൂർത്ത്, അഴിമതി, തട്ടിപ്പ് 1,92,00,000 രൂപയാണ് ഈ ഖജനാവിൽ നിന്നും, പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവിൽ നിന്നും ക്ലിഫ് ഹൗസ് നന്നാക്കാൻ ചെലവഴിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ അജിംഷാദ് പറയാത്തൊരു കാര്യമുണ്ടല്ലോ. നമ്മുടെ കുട്ടികൾ 10 കൊല്ലത്തിനിടയ്ക്ക് കേൾക്കാത്തൊരു പുതിയ വാക്ക് കേൾക്കുന്നു. എന്താണത്? ലോഡ് ഷെഡിങ്. അപ്പം മന്ത്രി പറയുകയാണ്, എൻ്റെ അളിയനായിരുന്നെങ്കിൽ ഇത്രയും ലോഡ് ഷെഡിങ് വരത്തില്ലായിരുന്നു. ഞാൻ ഈ ലോഡ് ഷെഡിങ് വരാതിരിക്കാൻ വേണ്ടിയാണ് KPC പ്രസിഡന്റ് അളിയനെ അവിടെ വെച്ചത്. നിങ്ങളെല്ലാം കൂടി അളിയനെ പറഞ്ഞു വിട്ടോടുകൂടി ഡിസംബർ വരെ ഇരുട്ടത്തിരിക്കുക. അപ്പം അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ശീലമായിക്കോളൂ. നിങ്ങൾ ചോദിക്കത്തില്ലേ ഞങ്ങളോട്, ഇങ്ങനൊരു ഗവൺമെൻറ് ഉണ്ടോ? എന്താ കേരളത്തിലെ അവസ്ഥ? പവർ കട്ട് അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് തിരിച്ചു വന്നതിന് എന്തുത്തരം പറയാനുണ്ട് ഈ കേരളത്തിലെ സർക്കാരിന്? ഈ 10 കൊല്ലത്തിനിടയ്ക്ക് മഹാമാരി വന്നിട്ടില്ലേ? വരൾച്ച വന്നിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതെല്ലാം? ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിപ്പ വന്നു. എന്തായിരുന്നു നിപ്പ വന്നപ്പോൾ മുമ്പ് UDF നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്? നിയമസഭ ചോദിച്ചില്ലേ? ഏതാണ്ട് പറയുന്ന ഒരാൾ, ഞാൻ ആ പേര് പറയണില്ല, ഇപ്പോൾ ഇരിക്കുന്നവരെല്ലാം അങ്ങനെയായി ഞങ്ങൾ അഭിപ്രായമില്ല. പക്ഷേ രോഗം വന്നാൽ അതും പിണറായിയുടെ കുറ്റം. എരണക്കേട്. വയനാട് ദുരന്തം വന്നപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് വയനാട് ദുരന്തം. എരണം കെട്ടവൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് വയനാട് ദുരന്തം. എന്നിട്ട് മാൻഡ്രേക്ക് ഈ പിണറായി വിജയൻ മാറിയാലേ ദുരന്തം മാറും. ഇപ്പം പിണറായി വിജയൻ മാറിയപ്പോഴോ ദുരന്തം വന്നത് എങ്ങനെയാണ്? ഇരട്ട ദുരന്തമാണ് ഉണ്ടാക്കിയത്. ഒന്ന്, ഈ മന്ത്രിസഭയാണ് ദുരന്തം. പത്രസമ്മേളനത്തിൽ നിന്ന് വി ഡി സതീശൻ എങ്ങനെ എണീറ്റ് പോയത്? മണ്ണ് മാറ്റണം എന്ന തീരുമാനം എന്തുകൊണ്ട് നടപ്പാക്കിയിട്ടില്ല? അത് പറഞ്ഞാൽ കേൾക്കണ്ടേ? സതീശൻ്റെ കമൻറ്റാണ്, അത് പറഞ്ഞാൽ കേൾക്കണ്ടേന്ന്. ആര് കേൾക്കണം? അവിടുത്തെ മണ്ണ് മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടാവില്ല, ഇത്രയും പേര് മരിക്കില്ല. കാരണം അകലെ നിന്ന് വെള്ളം വരുമ്പോൾ കാണാം, ആ വെള്ളം വന്ന് ഈ ഇളകിയ മണ്ണിലേക്ക് വന്നപ്പോഴാണ് അപകടം. അപ്പോൾ അത്രയും അപകടം ഉണ്ടാകാൻ ഇടയുണ്ട്. അത് പരസ്പര വിരുദ്ധമായി മന്ത്രി സെക്രട്ടറി പറയുന്നു. മണ്ണ് മാറ്റാൻ പറഞ്ഞിരുന്നു, കേട്ടില്ല ഒരു PWD മന്ത്രി. മറ്റേ മന്ത്രിയോ മറ്റേ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോ ഇപ്പം തുടരുതെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ആളെ മാറ്റി പാർപ്പിച്ചാൽ മതി, ഒരാളെയും അവിടെ താമസിപ്പിക്കരുത് മീനാക്ഷി പുഴയുടെ തീരത്ത്. PWD സെക്രട്ടറി അതിലേ പറഞ്ഞത്. ഇവർക്ക് ഏകോപനമുണ്ടോ? ഇവർക്ക് എന്തെങ്കിലും നിങ്ങൾ സർക്കാർ ആശുപത്രിക്ക് ഇതിൽ മരുന്നുണ്ടോ? ഞാൻ ഇന്ന് സംസാരിച്ചു, സർക്കാർ ആശുപത്രിക്ക് ഇതിൽ മരുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഒരു മന്ത്രി, അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ഗതാഗതത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് മറ്റൊരു ചിരി വന്നിട്ടുണ്ടല്ലോ, ഒരു ചിരി, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ചിരി. ആ ചിരിയിൽ എന്താ പറയണത്? വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ. ഇനി ഒരു കുഴപ്പമില്ല, എന്ത് മോഡിഫിക്കേഷനും ആകാം. അവസാനം എന്താ ഈ പിള്ളേരെ പറ്റിച്ചില്ലേ? കുട്ടികളെ പച്ചയ്ക്ക് പറ്റിക്കുന്ന ഗവൺമെൻറ്റല്ലേ ഇത്? ഗതാഗത മന്ത്രി എന്താ പറഞ്ഞത്? പ്രിയദർശിനി ബസ് അത് മലപ്പുറം ജില്ലയിൽ ഒന്നുപോലും ഇല്ല, അതുകൊണ്ട് അവിടെ പ്രശ്നമില്ല. പിന്നെ നമ്മുടെ പേരാമ്പ്ര വടകർ റൂട്ടിൽ പ്രിയദർശിനി ബസ്സില്ല, അവിടെയും പ്രശ്നമില്ല. മന്ത്രിയുടെ പ്രസ്താവനയാണ്. അപ്പോൾ പ്രിയദർശിനി പ്രശ്നമാണെന്ന് ഗതാഗത മന്ത്രിയാണ് പറയുന്നത്. കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഉടമകളുടെ സ്ഥിതി എന്താണ്? അവിടുത്തെ ജോലിക്കാരുടെ സ്ഥിതി എന്താ?